Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. നേന്ത്രപ്പഴത്തിനും പച്ചക്കായക്കും റെക്കോർഡ് വില വർധന. ഉൽപാദനക്കുറവു കാരണം അനിയന്ത്രിതമായി ഉയരുന്ന വില ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ വലക്കുന്നു. അനുദിനം വളരുന്ന ചീമേനിക്ക് സ്വന്തമായൊരു ബസ് സ്റ്റാൻഡും വ്യാപാര സമുച്ചയവും എന്ന സ്വപ്നം സഫലമാകാതെ നീണ്ടുപോകുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ചീമേനിയിൽ ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം ഉയർന്നുവെങ്കിലും ആവശ്യമായ ഭൂമി ലഭ്യമാകാത്തതായിരുന്നു പ്രധാന പ്രശ്നം. ശുചിത്വ സന്ദേശമുയർത്തി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നാടകം ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നാടക പര്യടനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ചിത്രശില്പ പഠനവും അതിലൂടെയുള്ള ആസ്വാദന തലങ്ങളും മാനുഷിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കുമെന്ന് പ്രമുഖ ചിത്രശില്പ ചരിത്രകാരൻ കെ മാരാർ. ചെറുവത്തൂർ ചെമ്പ്രകാനത്ത് സംഘടിപ്പിച്ച ആസ്പയർ ശില്പസന്ധ്യയും ചിത്രശില്പ പ്രദർശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദമായ വാർത്തകളിലേക്ക്. നേന്ത്രപ്പഴത്തിനും പച്ചക്കായക്കും റെക്കോർഡ് വില വർധന. ഉൽപാദനക്കുറവു കാരണം അനിയന്ത്രിതമായി ഉയരുന്ന വില ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ വലക്കുന്നു. നേന്ത്രപ്പഴത്തിനും പച്ചക്കായക്കും വിപണിയിൽ റെക്കോർഡ് വില വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ വിളവ് കുറഞ്ഞതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന പഴങ്ങളാണ് വിപണിയിൽ ഏറെയും ലഭ്യമാകുന്നത്. നാടൻ പഴങ്ങൾ എത്താത്തതും വിപണി വില ഉയരുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മൊത്ത വിപണിയിൽ നേന്ത്രപ്പഴത്തിന് 68 രൂപ മുതൽ 70 രൂപ വരെയാണ് വില. റീറ്റെയിൽ വില 80 രൂപയോളം വരും. കദളിപ്പഴത്തിനും വില വർദ്ധിച്ചിട്ടുണ്ട്. മൈസൂർ പഴം കിലോയ്ക്ക് 60 രൂപയാണ് നൽകേണ്ടത്. കഴിഞ്ഞ സീസണിൽ 25 രൂപ വരെയൊക്കെ താഴ്ന്ന നിലയിലേക്ക് പഴത്തിന്റെ വില കൂപ്പുകുത്തിയിരുന്നു. കൃഷിയിൽ വന്ന ഈ വലിയ നഷ്ടം ഇത്തവണ പല കർഷകരെയും കൃഷി ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ടടുപ്പിച്ചതും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം മൂലം കൃഷി നശിച്ചതും ഈ റെക്കോർഡ് വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. കായ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചവടത്തിന് വളരെ കുറവാണ് കച്ചവടം പോകുന്നത്. ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഭയങ്കര വിലയാണ് കായ്ക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനക്കുറവാണ്. പിന്നെ ഈ കഴിഞ്ഞ കാലാവസ്ഥ വ്യതിയാനത്തിനുണ്ട്. അതിൻ്റെ കാരണം ഈ കാറ്റടിച്ചിട്ടൊക്കെ ആയിട്ട് കുറേ വാഴകളെല്ലാം പോയി. കർഷകർക്ക് ഒരുപാട് നഷ്ടമുണ്ട്. അപ്പോൾ ഉള്ളതിന് ഭയങ്കര വിലയാണ്. കൈപൊള്ളുന്ന വിലയായതോടെ പച്ചക്കായയെ ഒരു പരിധിവരെ അടുക്കളയ്ക്ക് പുറത്താക്കിയിട്ടുണ്ട് വീട്ടമ്മമാർ. സദ്യവിഭവങ്ങളിലും കൂട്ടുകറി അടക്കമുള്ള കറികൾ ഉപേക്ഷിച്ച മട്ടാണ്. ചായക്കടകളിൽ പഴംപൊരി തുടങ്ങിയ പഴം ഉപയോഗിച്ചുകൊണ്ടുള്ള പലഹാരങ്ങൾ കിട്ടാതാവുകയോ അളവിൽ കുറവ് വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. ചിപ്സ് അടക്കമുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വിലവർദ്ധനവ് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വിൽക്കുന്ന റേറ്റിൽ 70 രൂപയ്ക്കാണ്. അപ്പോൾ നല്ല കായ് കിട്ടിക്കഴിഞ്ഞാൽ 80 രൂപയ്ക്ക് വിൽക്കണം. പക്ഷേ ഞങ്ങൾ കുറച്ച് വില കുറഞ്ഞ കായ് എടുത്തുകൊണ്ട് 70 രൂപയ്ക്ക് വിൽക്കുന്നു. പക്ഷേ മുമ്പിൽ ഞാൻ ഒരു 6 കിലോ 7 കിലോ കായ് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 കിലോ അത് വില കൂടിയത് കൊണ്ട് വിൽക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ നന്ന വില കുറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്ക് മോശമാണ്. റോഡ് സൈഡിൽ 1.5 കിലോ 50 വിറ്റ് ശീലിക്കും. അതും ഒരു മോശമാണ്. പക്ഷേ 40 രൂപ നിൽക്കുന്നതാണെങ്കിൽ കച്ചവടക്കാരനെ നമുക്ക് എന്നും കിട്ടും. ഇപ്പം വളരെ പോകുന്നു.
ആളുകൾ വലിയ തോതിൽ ഉപയോഗം കുറക്കുന്നത് കച്ചവടക്കാരെയും മോശമായി ബാധിക്കുകയാണ്. എക്സ്പോർട്ടിംഗ് ചാർജും കയറ്റിറക്കു തൊഴിലാളികൾക്കുള്ള വേതനവും ഒക്കെയാകുമ്പോൾ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണ് മൊത്തക്കച്ചവട വ്യാപാരികൾക്കും പറയുവാനുള്ളത്. നേന്ത്രക്കായക്കും പഴത്തിനും വില കൂടുന്നത് സാധാരണക്കാരനെ പോലും വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ഹോൾസെയിൽ വിൽപ്പനക്കാർക്കും റീറ്റെയിൽ വിൽപ്പനക്കാർക്കും ഒക്കെ ഇത് വലിയ തിരിച്ചടി തന്നെയാകുന്നുണ്ട്. കാരണം ആളുകൾ ഉപഭോഗം കുറച്ചിരിക്കുന്നു. സദ്യക്കാണെങ്കിലും മറ്റ് പഴംപൊരി ആക്കുവാനൊക്കെ ആയി വാങ്ങുന്നതൊക്കെ ഉപഭോഗം വളരെ രീതിയിൽ കുറച്ചത് കൊണ്ട് തന്നെ ഇത് കച്ചവടക്കാരെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. അനുദിനം വളരുന്ന ചീമേനിക്ക് സ്വന്തമായൊരു ബസ് സ്റ്റാൻഡും വ്യാപാര സമുച്ചയവും എന്ന സ്വപ്നം സഫലമാകാതെ നീണ്ടുപോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ചീമേനിയിൽ ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ആവശ്യമായ ഭൂമി ലഭ്യമല്ലാത്തതായിരുന്നു പ്രധാന പ്രശ്നം. ഓപ്പൺ ഓഡിറ്റോറിയവും സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനുള്ള കവാടവും ഒരുങ്ങി. ബസ് സ്റ്റാൻഡും വ്യാപാര സമുച്ചയവും ഉയരാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നാണ് ചീമേനി നിവാസികളുടെ ചോദ്യം. അനുദിനം വളരുന്ന ചീമേനി പട്ടണത്തിൽ നാളിതുവരെ ബസ് സ്റ്റാൻഡ് എന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ചീമേനിയിൽ ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ലഭ്യമല്ലാത്തതായിരുന്നു പ്രധാന പ്രശ്നം. M. രാജഗോപാലൻ MLA നേതൃത്വത്തിൽ മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയിലാണ് 2.5 ഏക്കർ സ്ഥലം ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ലഭിച്ചത്. 1,60,00,000 രൂപ MLA ഫണ്ടിൽ നിന്ന് ആദ്യഘട്ടത്തിൽ അനുവദിക്കുകയും ചെയ്തു. വ്യാപാര സമുച്ചയവും മറ്റും നിർമ്മിക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുക കണ്ടെത്താനാണ് തീരുമാനമായി തന്നെ അവശേഷിക്കുകയാണ്. അതിനിടെ ബസ് സ്റ്റാൻഡിനൊപ്പം നിർമ്മിക്കാൻ പദ്ധതിയിട്ട ഓപ്പൺ ഓഡിറ്റോറിയം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്റ്റാൻഡിലേക്കുള്ള വഴിയും മറ്റും ടാറിംഗ് പ്രവൃത്തി നടക്കണമെങ്കിൽ വ്യാപാര സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം. അതുകൊണ്ട് തന്നെ ചീമേനിയുടെ ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ശുചിത്വ സന്ദേശമുയർത്തി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നാടകം അരങ്ങ് തകർക്കുകയാണ്. MV ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ശുചിത്വം മഹത്വം എന്ന സംഗീത നാടകമാണ് ശ്രദ്ധേയമാകുന്നത്. നല്ല വായുവും നല്ല ഭക്ഷണവും ലഭിച്ചാൽ മാത്രമേ ഒരു നാട് പുരോഗതി കൈവരിച്ചു എന്ന് പറയാനാകൂ. അതിനാൽ പ്ലാസ്റ്റിക് വിപത്താണെന്ന് നാം ഇനിയെങ്കിലും തിരിച്ചറിയണം. നല്ല മണ്ണും മണമും കാറ്റും നമ്മളിന്നു കൊതിക്കുന്നു. നല്ല പുഴയും തോടും നാടിന് നന്മ വിതയ്ക്കുന്നു. നല്ല മണ്ണും മണമും കാറ്റും നമ്മളിന്നു കൊതിക്കുന്നു. നല്ല പുഴയും തോടും നാടിന് നന്മ വിതയ്ക്കുന്നു. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും അതുപോലെ ഇവിടുത്തെ മറ്റ് ജീവനക്കാരെല്ലാം ചേർന്നുകൊണ്ട് ഒരു നാടകം കളിക്കാൻ വേണ്ടി പോവുകയാണ്. നാടകം എന്ന് പറയുന്നത് സാധാരണ നാടകമല്ല, ശുചിത്വ സന്ദേശം ഉയർത്തുന്ന നാടകമാണ്. അപ്പോൾ ഇതിലെ കലാകാരന്മാരും പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ആദ്യം നമുക്ക് ഇതിലെ നടീനടന്മാരെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് നിത്യ, ഞാൻ 4ാം വാർഡിലെ മെമ്പർ. പേരെന്താ? രാധ, 14ാം വാർഡ് മെമ്പർ. സരിത, 10ാം വാർഡ് മെമ്പർ. സബിത, 15ാം വാർഡ് മെമ്പർ. അജിത, 1ാം വാർഡ് മെമ്പർ. ഷീജ, കുടുംബശ്രീ അംഗം. വിജിത, കുടുംബശ്രീ അംഗം. ബിന്ദു, 8ാം വാർഡ് മെമ്പർ. ജയശ്രീ, ഹരിതകർമ്മസേന. 7ാം വാർഡ് മെമ്പർ കമല. എല്ലാവരും നല്ല മനോഹരമായ പച്ചക്കുപ്പായൊക്കെ അണിഞ്ഞ് ഹരിത സേനയുടെ ഒരു പ്രതീകമായിട്ട് അവർ പച്ചക്കുപ്പായൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആദ്യം നമ്മുടെ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരാട്ടനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ശ്രീധരാട്ട, എങ്ങനെയാണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത്? ഈ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നിരവധിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സമൂഹത്തിൽ നടത്തി. അപ്പോൾ അത് വേണ്ടത്ര രീതിയിൽ ജനങ്ങളിൽ ഏശുന്നില്ല എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് ഇങ്ങനെയൊരു നാടകം ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ ഉള്ള ഒരു സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞത്. അങ്ങനെ വരുമ്പോൾ മെമ്പർമാരെല്ലാം വളരെ സജീവമായി അവർ രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനാംഗങ്ങളും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നല്ലതായിരിക്കും എന്ന അർത്ഥത്തിൽ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കലാപരിപാടി ഏറ്റെടുത്തത്. അപ്പോൾ ആളുകൾ വലിയ രീതിയിലാണ് ഇതിനെ പൊതുവായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീട് വിവിധ കലാസമിതികൾ, നമ്മുടെ നാട്ടിലുള്ള വിവിധ ആളുകളും ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അത് കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് നല്ലൊരു ബോധവൽക്കരണ പ്രവർത്തനമായി മാറുകയാണ്. ഏറെക്കാലം പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ ആയി റിട്ടയർഡ് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ചന്ദ്രാട്ടൻ കൂടെയുണ്ട്. അദ്ദേഹമാണ് ഈ നാടകത്തിൻ്റെ രചനയും സംവിധാനമൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഈ നാടകം മുന്നോട്ട് വെക്കുന്നത്? എങ്ങനെയാണ് നാടകം? നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വിപത്തായി മാറിയിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം,
അത് പരമാവധി കുറച്ചു കൊണ്ടുവരുവാനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് തടയുവാനും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മഹാരോഗമുണ്ടാക്കുമെന്നുള്ള വലിയ ആഹ്വാനവുമായിട്ടാണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും ഈ കാര്യങ്ങൾ വേണമെന്ന് എത്തിയിട്ടില്ല. പല സ്ഥലത്തും നമ്മളറിയാതെ രാത്രിയുടെ മറവിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട്. കൃത്യമായി കുട്ടികളുടെ ഇടയിലും ചെറുപ്പക്കാരുടെ ഇടയിലും ഈ ബോധവൽക്കരണം വരുമ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെതിരായിട്ടുള്ള വലിയ സന്ദേശമായി ഈ സാമൂഹ്യ സംഗീത നാടകം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹരിത കേരളം മിഷനുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടെയുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിനുള്ള സപ്പോർട്ട്? നമ്മളിപ്പം മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ജനങ്ങളിലേക്കും ഈ ഒരു പ്രവർത്തനത്തിലെ ബോധവൽക്കരണം എത്തിക്കുകയാണ് പ്രധാനപ്പെട്ട വിഷയം. നിരവധിയായ ബോധവൽക്കരണം നടത്തിയിട്ടും ഇതിനൊന്നും തന്നെ കൃത്യമായൊരു ഫലം നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ചെറിയ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത ശില്പങ്ങൾ ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നൽകിക്കൊടുക്കും. എന്തായാലും ഇവരുടെ നാടകം കൂടി നമുക്ക് ഒന്ന് കണ്ടുവരാം. രാത്രി 12 മണിക്ക് ഞാൻ ഒറ്റക്ക് പോയി നോക്കണമെന്ന് നിങ്ങൾ പറയുന്നേ? നല്ല ഭർത്താവല്ലേ, നട്ടപ്പാലൊക്കെ കയറി വരുന്ന മോനെ നോക്കിനാ നിൽക്കണ്ടേ? മീറ്റിംഗാ നിങ്ങൾ ഈ പണ്ടായത്തിന് മീറ്റിംഗ് എപ്പോ ഒന്ന് അവസാനിക്കല്? ഒന്ന് ഇങ്ങോട്ട് വരുവാണേ. ഈ വീടിന്റെ പിറകുവശം എന്തോ ഒച്ച കേൾക്കുന്നുണ്ട്. ആരോ നടന്നു പോകുന്ന പോലെ. സീരിയലാ? സീരിയലല്ല, പിന്നെ കാണാം. എന്തായാലും വളരെ മനോഹരമായ രീതിയിലാണ് ഇവരുടെ നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജനഹൃദയങ്ങളിലേക്ക് ഇതെത്തും. നാടും നഗരവും ശുചിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ പ്രണവ് വിരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. ചിത്രശില്പ പഠനവും അതിലൂടെയുള്ള ആസ്വാദന തലങ്ങളും മാനുഷിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കുമെന്ന് പ്രമുഖ ചിത്രശില്പ ചരിത്രകാരൻ കെ മാരാർ അഭിപ്രായപ്പെട്ടു. ചിത്രശില്പകലാ അക്കാദമിയുടെയും പരിയാരം ലയൺസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആസ്പയർ ശില്പസന്ധ്യയും ചിത്രശില്പ പ്രദർശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ ഒരുക്കിയ വ്യത്യസ്തത പുലർത്തുന്ന 400-ൽ പരം ശില്പങ്ങളും 200ഓളം ചിത്രങ്ങളും ഉൾപ്പെടുത്തിയാണ് ചീമേനി ചെമ്പ്രകാനത്ത് വേറിട്ട ചിത്രശില്പ പ്രദർശനം നടന്നത്. കളിമണ്ണിൽ മെനഞ്ഞ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും എണ്ണച്ചായവും ജലച്ചായവും പെൻസിൽ രചനയും ഉൾപ്പെടെ വരകളിലൂടെ രൂപപ്പെട്ട ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. വിഷയനിയന്ത്രണങ്ങളില്ലാതെ തയ്യാറാക്കിയ ചിത്രങ്ങളും ശില്പങ്ങളും കാഴ്ചക്കാർക്ക് അപൂർവ വിരുന്നായി മാറി. ചെമ്പ്രകാനത്ത് നടന്ന ചടങ്ങിൽ ഡോക്ടർ ബാലകൃഷ്ണൻ വെള്ളിയോട് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ.വി. രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എം സുദീപ്, ഡോക്ടർ കെ രാമകൃഷ്ണൻ, ചിത്രശില്പകല അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ, ലയൺസ് ക്ലബ്ബ് ആസ്പയർ സെക്രട്ടറി പി ഷാജി, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ എൻ ചിഞ്ചു, എം വി ചിത്രലേഖ, ഡോക്ടർ കെ സുധാകരൻ, ചന്ദ്രൻ മുട്ടത്ത്, എം പവിത്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശില്പകലയിൽ കേന്ദ്ര സർക്കാരിന്റെ ടാലന്റ് റിസോഴ്സ് സ്കോളർഷിപ്പ് നേടിയ അനൈത മാധവൻ, അലൈഡ് ഉപേന്ദ്രൻ, പി വി നിവേദ്, കെ അഭിനീത് എന്നീ വിദ്യാർത്ഥികളെയും അതിരുകളില്ലാത്ത ലോകസമാധാനം എന്ന ജലച്ചായ ചിത്രരചനയിൽ 1ാം സ്ഥാനം നേടിയ പി സി അർത്ഥനയെയും ചടങ്ങിൽ അനുമോദിച്ചു. ചിത്രശില്പകല അക്കാദമിക്ക് പരിയാരം ലയൺസ് ക്ലബിന്റെ സഹായവും പഠിതാക്കളായ 70-ൽ പരം കുട്ടികൾക്ക് ചിത്രരചനാ കിറ്റുകളും ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വിതരണം ചെയ്തു. തുടർന്ന് ഗാനമേളയും കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമി സംഘടിപ്പിക്കുന്ന 20ാമത് ഇന്റർനാഷണൽ തൈക്കോണ്ടോ ഫെഡറേഷൻ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലാ ടീം 627 പോയിന്റുകളുമായി 1ാം സ്ഥാനം നേടി. 466 പോയിന്റുകളുമായി മലപ്പുറം 2ാം സ്ഥാനവും 182 പോയിന്റുകളുമായി എറണാകുളം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് മത്സരങ്ങൾ നടന്നത്. വിവിധ ജില്ലകളിൽ നിന്നുമായി 500ഓളം മത്സരാർത്ഥികൾ സാന്നിധ്യം അറിയിച്ചു. തൈക്കോണ്ടോ എന്ന കൊറിയൻ ആയോധന കലയ്ക്ക് ശക്തമായ വേരോട്ടമുള്ള പയ്യന്നൂരിൽ നിന്നും നിരവധി പേരാണ് കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത്. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സമാപന ചടങ്ങിൽ തൈക്കോണ്ടോ UAE ചീഫ് സീനിയർ അബ്ദുറഹ്മാൻ വിതരണം ചെയ്തു. ഡോക്ടർ വേണുഗോപാൽ കൈപ്പുറത്ത്, തൃശൂർ SP ജോസി ചെറിയാൻ, മാർഷൽ ആർട്സ് അക്കാദമി സെക്രട്ടറി PA സന്തോഷ്, വി നന്ദകുമാർ, രമ്യ ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കൂത്തൂർ, കോഴിക്കാട് ഭാഗങ്ങളിൽ പെരും തേനീച്ച കൂട്ടമിളകി നിരവധി പേർക്ക് കുത്തേറ്റു. കുത്തേറ്റ 4 തൊഴിലുറപ്പ് തൊഴിലാളികൾ കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി.
എരമംകുറ്റൂർ പഞ്ചായത്തിലെ കൂത്തൂർ കുഴിക്കാട് ഭാഗങ്ങളിൽ പെരുന്തേനീച്ച കൂട്ടമിളകി നിരവധി പേർക്ക് കുത്തേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് കുത്തേറ്റത്. പി ലക്ഷ്മി, പി നാരായണി, സി കെ ലക്ഷ്മി, എൻ യശോദ എന്നീ 4 തൊഴിലുറപ്പ് തൊഴിലാളികൾ കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. തൊഴിലുറപ്പിന് പോയിട്ട് 9 മണിക്ക് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേറെ സ്ഥലത്തേക്ക് പോകണം. ആ ഫോട്ടോ എടുക്കാൻ പോയിട്ട് വന്നിട്ടാകുമ്പോൾ പറഞ്ഞാൽ ഒരു 9:30 ആയിട്ടുണ്ടോ പണിക്ക് തുടങ്ങാൻ. അത് ഒരു കവുങ്ങിന് ഞാൻ 4 പറയും ചെത്തി കളച്ച് മണ്ണെടുക്കാൻ പോക്കുമ്പോൾ 1, 2, 3 വന്നു ആദ്യം. പിന്നെ എൻ്റെ അരുവത്തില്ലവർ പറഞ്ഞു പിന്നെ മിണ്ടാൻ പാടില്ല എന്നാൽ വരൂലെന്ന്. പിന്നെ എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ വന്നിട്ട് ഒന്നിനെ ഞാൻ ചെരുക്ക് കടിക്കുമ്പോൾ തടുമ്പോൾ അത് നിലത്ത് വീണു. കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് കൂട്ടത്തോടെ വന്നു. അന്നേരം വളപ്പിലുള്ളവരെല്ലാം 4 പറവും ചാടി. ഞാൻ പിന്നെ നമ്മളെ അവിടെ അടുത്ത് പറമ്പിൻ്റെ അവരെ മോട്ടർ പുറകെ എടുക്കുന്ന ഒരു പൂഴി വാരിയ ചാക്കുണ്ടായിരുന്നു, വെള്ളം പൊഴിയിൽ നിറക്കാൻ വേണ്ടിയിട്ട് വെച്ച ആ ചാക്ക് എടുത്തിട്ട് തലയിൽ പൂത്തിയിട്ട് എൻ്റെ ഗ്ലാസ് വീണുപോയി കണ്ണിന്. എനിക്ക് പിന്നെ കണ്ണും കാണുന്നില്ല. ഈടെ എങ്ങനെ ചാടി വന്ന് നമ്മൾക്ക് എന്നെ ഒട്ടാകെ പൊതിയുന്നു. അവർ കയറി നിന്നെടുക്കാൻ ഞാൻ കയറാൻ കളിക്കുമ്പോൾ എന്നോട് പറയുന്നു ഇടക്കാറില്ലാന്ന്. ഞങ്ങൾ 5 ആൾ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ കയറി. വീട്ടിൻ്റെ ഉള്ളിൽ കുറേ എണ്ണം കയറി. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിൽ കൊള്ളാതെ അവർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തുകൊണ്ടു. ഞായറാഴ്ച മുതലാണ് പെരുന്തേനീച്ചയിലേക്ക് ആക്രമണം തുടങ്ങിയത്. തേനീച്ചയുടെ കൂട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനാൽ തന്നെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നാടകം പര്യടനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാലിന്യമുക്തം നവകേരളം എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നാടകം പര്യടനം ആരംഭിച്ചു. 10 മുതൽ 15 വരെയുള്ള തീയതികളിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിപാടി അവതരിപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായി വിരമിച്ച നാടക പ്രവർത്തകൻ കൂടിയായ MV ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച നാടകം അവതരിപ്പിക്കുന്ന നാടക സംഘത്തിന്റെ പര്യടനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാഷിന്റെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനീഷ് പോൾ സ്വാഗതം ആശംസിച്ചു. പിലാത്തറ UP സ്കൂൾ പരിസരത്ത് വെച്ച് ആദ്യ അവതരണം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ശമ്പള പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുവാനുള്ള നീക്കത്തിനെതിരെ KSSPA കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടി സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി P സുഖദേവൻ ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും പെൻഷൻകാരായ വയോജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മെഡിസെപ്പ് പോലെയുള്ള പദ്ധതി താളം തെറ്റിയ അവസ്ഥയിലാണെന്നും KSSPA കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടി സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി P സുഖദേവൻ പറഞ്ഞു. ഈ ഗവൺമെന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ നിയമസഭയിൽ എത്രയോ തവണ അഴിമതി ആരോപണങ്ങൾ കൃത്യമായ തെളിവുകളോടുകൂടി പ്രതിപക്ഷ നേതാക്കന്മാരെ നിയമസഭക്കകത്തും പുറത്തും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. മറ്റൊരു കാര്യം നമ്മുടെ മെഡിസെപ്പ് കാര്യമാണ്. നമുക്കറിയാമല്ലോ, മെഡിസെപ്പ് എന്ന് പറയുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയുമില്ലാത്ത ഒരു സംവിധാനമാണ്. അതൊരു ഇൻഷുറൻസ് സംവിധാനമാണ്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. VP ശേഖരൻ അധ്യക്ഷത വഹിച്ചു. VV പ്രകാശൻ, P അബ്ദുൽ ഖാദർ, MP ദാമോദരൻ, CP ജയരാജൻ, N രാമചന്ദ്രൻ, N തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ T നസ്രുദ്ദീൻ അനുസ്മരണ സമ്മേളനവും വിശിഷ്ട സേവനത്തിനുള്ള പ്രസിഡന്റിന്റെ മെഡൽ ലഭിച്ച ASP MP വിനോദിന് അനുമോദനവും സംഘടിപ്പിച്ചു. TI മധുസൂദൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. T നസ്രുദ്ദീൻ അനുസ്മരണ സമ്മേളനവും ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ വിശിഷ്ട സേവനത്തിനുള്ള പ്രസിഡന്റിന്റെ മെഡൽ ലഭിച്ച ASP MP വിനോദിനുള്ള അനുമോദന ചടങ്ങും TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സേവാ മെഡൽ ലഭിക്കുന്ന MP വിനോദ്, അദ്ദേഹം സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നമുക്കറിയാം. പലരും ഇന്ന് രാവിലെ കണ്ടിട്ടുള്ള ഒരു SP, അവരുടെ പേരെന്ന് ഞാൻ പറയുന്നു. ആ പരിപാടിയിൽ അദ്ദേഹം സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കേസ്
വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ടി നസറുദ്ദീൻ അനുസ്മരണ പ്രസംഗം നടത്തി. തുടർന്ന് വിനോദിനെ പൊന്നാടി അണിയിച്ച് TA മധുസൂദനൻ MLA ആദരിച്ചു. ചേംബർ അപകട ഇൻഷുറൻസ് തുക MB സുരേഷ് കുമാറിൽ നിന്നും T ജനാർദ്ദനനും V അബ്ദുള്ളയ്ക്ക് ജില്ലാ ട്രഷറർ MB തിലകനും കൈമാറി. VP സുമിത്രൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ, MK തയ്യിൽ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് KV നന്ദിനി, ഗീത രമേശൻ, ഷാജി ഫോക്കസ്, വിനോദ് കുമാർ, MK ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന ബജറ്റിൽ സർക്കാർ ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് തല പ്രതിഷേധം നടന്നു. NGO സംസ്ഥാന കൗൺസിൽ അംഗം UK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ സർക്കാർ ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് തല പ്രതിഷേധം നടന്നു. പ്രതിഷേധ യോഗത്തിൽ MK മധുസൂദനൻ, ഷെറിൻ S, പ്രകാശ് ബാബു KV, കൽപ്പന A, മനോജ് കുമാർ K, ഷിജിത്ത് AK തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു നടന്ന പ്രതിഷേധ പ്രകടനത്തിന് രജീഷ് കുമാർ, ഹരിദാസൻ TV, മുസ്തഫ M, ഷമാസ് KV തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രതാപം നഷ്ടപ്പെട്ട് കരിവെള്ളൂർ ബസാർ, പള്ളിക്കോവൽ എന്ന നാട്ടുകാർ വിളിക്കുന്ന ചരിത്രത്തിൽ അടയാളപ്പെട്ട ഒരു നാട് ദേശീയപാത വികസനത്തിൽ ശോഷിച്ചുപോയ കാഴ്ചയാണ് വർത്തമാനകാലത്ത് കാണുന്നത്. കരിവെള്ളൂർ എന്നത് കേരളത്തിന്റെ വിപ്ലവ ചരിത്രത്തിൽ ആഴത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒന്നാണ്. ഇത്തവണത്തെ ദേശീയപാത വികസനം എത്തുന്നതുവരെ കരിവെള്ളൂർ ബസാർ നാടിന്റെ ഹൃദയമിടിപ്പായി തുടർന്നു. AVയെ കാണാനെത്തിയ സഖാവ് P കൃഷ്ണപിള്ള ഈ ബസാറിലെ ചായക്കടയുടെ മരബെഞ്ചിലാണ് കിടന്നുറങ്ങി നേരം വെളുപ്പിച്ചത്. EMS ഈ ബസാറിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇന്ദിരാഗാന്ധിയും ഒരിക്കൽ ഈ വഴി കടന്നുപോയി. ദേശീയപാത വികസനം എത്തുന്നതിന് മുമ്പേ ഈ ബസാറിലാണ് പൊതുയോഗങ്ങൾ കൂടിയിരുന്നത്. കുടുംബശ്രീയുടെയും മറ്റ് ചന്തകളും ഉത്സവകാലത്ത് ഇവിടെ നടത്തിയിരുന്നു. എല്ലാറ്റിനും എല്ലാവർക്കും പള്ളിക്കോവൽ എന്ന കരിവെള്ളൂർ ബസാറായിരുന്നു ആവശ്യം. ദേശീയപാത വികസനം വന്നതോടെ കരിവെള്ളൂരിനാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത്. രണ്ടായി വിഭജിക്കപ്പെട്ട കരിവെള്ളൂർ വികസിക്കാനിടമില്ലാതെ ചുരുങ്ങി. നിന്നു തിരിയാനിടമില്ലാതെ കരിവെള്ളൂർ ഇന്ന് വീർപ്പുമുട്ടുകയാണ്. ദേശീയപാത വികസനം എന്തുകൊണ്ടും നല്ലത് തന്നെ. പക്ഷേ കരിവെള്ളൂരിൻ്റെ വികസനം ആകെ ഇപ്പോൾ മുരടിച്ചിട്ടുള്ളത്. രണ്ട് ഭാഗമായി തിരിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും മന്ദീഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വരെ ഇല്ലാതായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. അതിനുള്ള പ്രതിവിധി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പുതിയ ദേശീയപാതയിൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ പോലും താഴെയുള്ളവർക്ക് നിസ്സഹായരായി നിൽക്കാനേ കഴിയൂ. കരിവെള്ളൂർ രക്തസാക്ഷി നഗർ മാത്രമാണ് വലിയ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത്. കരിവെള്ളൂരിന്റെ ഏക ആശ്രയവും ഇന്ന് ഇവിടം മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സ്വാമി ചരൺ ആയുർവേദിക് മസാജ് തെറാപ്പി സെന്റർ അന്നൂർ തലയന്നേരി ക്ഷേത്രത്തിനു സമീപം MKC പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കോമളവല്ലിയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. പരമ്പരാഗത ആയുർവേദ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വെങ്കല പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുർവേദ പാദ മസാജ് സ്വാമി ചരൺ ആയുർവേദിക് മസാജ് തെറാപ്പി സെന്ററിന്റെ പ്രത്യേകതയാണ്. ശരീരത്തിന്റെ സഹജമായ ഊർജം പുനഃസ്ഥാപിക്കുവാനും ബാലൻസ് ചെയ്യുവാനും ഈ മസാജ് കാരണമാകുന്നു. കൂടാതെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, ദഹനം മെച്ചപ്പെടുത്തുന്നു, പാദങ്ങൾ സുഖപ്പെടുത്തുന്നു, കണ്ണിന്റെ ആയാസം ഒഴിവാക്കുകയും ഇരുണ്ട വൃത്തങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ആന്തരിക വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. മെറ്റബോളിസം സജീവമാകുന്നു തുടങ്ങി ശരീരത്തിന് ഏൽക്കാവുന്ന നിരവധി രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഈ ആയുർവേദ തെറാപ്പിക്ക് കഴിയുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകുന്നേരം 3 മണി മുതൽ 8 മണി വരെയും സ്വാമി ചരൺ ആയുർവേദിക് മസാജ് തെറാപ്പി സെന്റർ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം കോമളവല്ലിയമ്മ നിർവഹിച്ചു. സ്ഥാപകരായ ദർശന മഞ്ചരക്കേർ, സമീർ മഞ്ചരക്കേർ, സ്ഥാപന മേധാവികളായ CV രാജേന്ദ്രൻ, രജനി രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു.
ബജറ്റ് നിരാശാജനകം, ശമ്പള പെൻഷൻ അട്ടിമറി നീക്കത്തിനെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KSSPS സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണയായി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതൊരു ജനപ്രിയ ബഡ്ജറ്റായിരിക്കും, അല്ലെങ്കിൽ അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ഒരു ബഡ്ജറ്റായിരിക്കുമെന്നൊരു പ്രതീക്ഷ നമ്മുടെ പൊതുസമൂഹത്തിലും അതോടൊപ്പം തന്നെ KSSPയുടെ പെൻഷൻ സമൂഹത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. PV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. T കുഞ്ഞികൃഷ്ണൻ, MV തമ്പാൻ, CV രാജഗോപാൽ, മോഹനൻ പുറച്ചേരി, UK സുരേന്ദ്രൻ, VP കൃഷ്ണപൊതുവാൾ, ഗോവിന്ദൻ, M വേണുഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്ലാസ്റ്റിക് മാലിന്യ ഭീകരതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മോബിംഗ് ബെഡ് എന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് ഇൻസ്റ്റലേഷനും ഡോക്യുമെന്ററി പ്രദർശനവും ഒരുക്കി. തായ്നേരി SABTM സ്കൂൾ NSS യൂണിറ്റ് വിദ്യാർത്ഥികളാണ് ഒരുക്കിയത്. ഇൻസ്റ്റലേഷൻ ശില്പം പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ പ്രേം P ലക്ഷ്മണൻ അനാച്ഛാദനം ചെയ്തു. പെരുകിവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പയ്യന്നൂർ SABTM സ്കൂളിലെ NSS വളണ്ടിയർമാർ. ഇവർ തയ്യാറാക്കിയ ഗ്രീൻ ഗാർഡിയൻസ് പ്രൊജക്ടിന്റെ ഭാഗമായി ആപ്പ് സൈക്ലിംഗിലൂടെ നിർമ്മിച്ച മോബിംഗ് ബേർഡ് ഇൻസ്റ്റാളേഷൻ ശില്പം പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ പ്രേം P ലക്ഷ്മണൻ അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ പ്രശസ്ത മ്യൂറൽ പെയിന്റിംഗ് ചിത്രകാരൻ ബിജു പാണപ്പുഴ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് SM, പ്രധാനാധ്യാപകൻ വിനോദ് KR, പ്രോഗ്രാം ഓഫീസർ സമീർ KV, മാനേജ്മെന്റ് പ്രസിഡന്റ് ഇസ്മയിൽ MK, അസ്കർ, മുഹമ്മദ് യാസിൻ, റാനിയ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 12 സംവത്സരങ്ങൾക്ക് ശേഷം പഴയങ്ങാടി വെങ്ങര മൂലക്കയിൽ ശ്രീ കുട്ടിക്കര ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ടത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഭക്തിഗാന CD പ്രകാശനവും സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനവും M വിജയൻ MLA നിർവഹിച്ചു. ഫെബ്രുവരി 10 മുതൽ 14 വരെ നടക്കുന്ന കളിയാട്ടത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വെങ്ങര കസ്തൂർബ വായനശാല പരിസരത്തു നിന്നും ആരംഭിച്ച വർണ്ണശബളമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്നു നടന്ന സാംസ്കാരിക സമ്മേളനം M വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. ശേഷം നടക്കുന്ന കളിയാട്ടത്തിന് ഞാൻ എന്തായാലും ഉണ്ടാകുമെന്ന് അറിയിച്ചതുമാണ് പരിപാടി. പക്ഷെ അപ്രതീക്ഷിതമായി നിയമസഭാ സമ്മേളനം ഈ ഒരു ഘട്ടത്തിൽ വന്നു. നാളെ നിയമസഭാ സമ്മേളനത്തിൽ രാവിലെ തന്നെ എത്തണം. ഇപ്പോൾ 7:15 ആവേലിക്ക്, പഴയങ്ങാടിയിൽ നിന്ന് 7:15 ആവേലിക്ക് പോകേണ്ടത് കൊണ്ടാണ് ഒരു ചെറിയൊരു തിരക്ക് ഇവിടെ വന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ശ്രീ കുട്ടിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ കളിയാട്ടം വലിയ പ്രവർത്തനങ്ങളാലാണ് ഇതിൻ്റെ സംഘാടകർ. KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. KKR വെങ്ങര, ഹരീഷ് മോഹൻ, രാജൻ അരുണിമ, സുനിൽ ഇമ്പാക്ട്, VT കുഞ്ഞപ്പ, KV ബാലകൃഷ്ണൻ, K ബിജു, K രമേശൻ, TV ചന്ദ്രൻ, P അനീഷ്, KPV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 13, 14 തീയതികളിൽ അപൂർവമായ വയലാട്ടം എന്ന അനുഷ്ഠാനം നടക്കും. 14 ഉച്ചയ്ക്ക് 2 മണിക്ക് കുട്ടിക്കര ഭഗവതി, വെള്ളാർകുളങ്ങര ഭഗവതി, സോമേശ്വരി എന്നീ ഭഗവതിമാരുടെ തിരുമുടി ഉയരും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 ആഴ്ച നീളുന്ന പ്രദർശന വിപണന കലാ സാംസ്കാരിക മേളയായ ബ്ലോക്ക് ഫെസ്റ്റിന് കാലിക്കടവിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 12 വൈകുന്നേരം 5 മണിക്ക് ബ്ലോക്ക് ഫെസ്റ്റ് പ്രശസ്ത സിനിമാ താരം ജയസൂര്യ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മാനസിക ഉല്ലാസം നൽകുന്ന അമ്യൂസ്മെന്റ് പാർക്ക്, ഗെയിംസ്, സംസാരിക്കുന്ന അമേരിക്കൻ പാവ, കുതിര, ഒട്ടക സവാരി, രുചിവൈവിധ്യ വിഭവങ്ങൾ വിളമ്പുന്ന ഫുഡ് കോർട്ട്, വിവിധ വകുപ്പുകളുടെ വ്യത്യസ്തമാർന്ന ഉൽപ്പന്നങ്ങൾ, വാട്ടർ ഫൗണ്ടെയിൻ തുടങ്ങിയവ ബ്ലോക്ക് ഫെസ്റ്റിന്റെ പ്രധാന ആകർഷകമാകും. വിവിധയിടങ്ങളിൽ സെൽഫി പോയിന്റുകൾ, എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികൾ,
വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ എന്നിവ ഫെസ്റ്റ് നഗരിയിൽ നടക്കും. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും ആദിവാസി ആയുർവേദ ചികിത്സകളും ഫെസ്റ്റിൽ ഉണ്ടാകും. ഫെബ്രുവരി 12 വൈകുന്നേരം 5 മണിക്ക് സിനിമാ താരം ജയസൂര്യ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഫെബ്രുവരി 16 വൈകുന്നേരം 6 മണി മുതൽ ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ മാധവൻ മണിയറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ K അനിൽകുമാർ, M സുമേഷ്, T രാഗേഷ്, M കുഞ്ഞിരാമൻ, MK ഹരിദാസ്, K പ്രഭാകരൻ, V പ്രദീപൻ, PB ഷീബ, MV സുജാത, K സുലോചന, A വിനയൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം മ്യൂസിക് ക്ലബിന്റെ 2ാം വാർഷികം നടന്നു. ഗായകൻ കലേഷ് കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം മ്യൂസിക് ക്ലബിന്റെ 2ാം വാർഷികം ഗായകൻ കലേഷ് കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീജ ദിജീഷ് അധ്യക്ഷത വഹിച്ചു. K മനോഹരൻ, K ശ്രീകേഷ്, P ഭാസ്കരൻ, രാജേഷ് ധർമ്മൻ, P ദിനേശൻ, KM സുരേശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മ്യൂസിക് ക്ലബ്ബ് അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം പഞ്ചായത്ത് അതിദരിദ്ര മുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും ലൈഫ് താക്കോൽ ദാനവും ജീവനം പദ്ധതി ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും ലൈഫ് താക്കോൽ ദാനവും ജീവനം പദ്ധതി ഉപഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത നവംബർ മാസം കേരളം ലോകത്തിന് മാതൃകയായി ഒരു അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായ സർവേ കഴിഞ്ഞ വർഷം ഇവിടെ പൊതുവിൽ നടപ്പാക്കിയിട്ടുണ്ട്. 70 ഗുണഭോക്താക്കൾക്ക് അവർക്ക് ആവശ്യമായ സേവനം നൽകിയാണ് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മാറിയത്. 15 പേരുടെ വീടിന്റെ താക്കോൽദാനം ചടങ്ങിൽ വെച്ച് നടന്നു. ജീവനം പദ്ധതിയുടെ ഗുണഭോക്തൃ സംഗമം കണ്ണൂർ ജില്ലയിൽ ചെറുതാഴം പഞ്ചായത്തിലാണ് ആദ്യമായി സംഘടിപ്പിച്ചത്. TV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VEO ഐറിൻ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനീഷ് പോൾ, MV രാജീവൻ, E വസന്ത, MV സുമേഷ്, P ഗിരിജ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ ഫെബ്രുവരി 13 വ്യാഴാഴ്ച നടക്കുന്ന പൊങ്കാല സമർപ്പണ മഹോത്സവത്തിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു. പൊങ്കാല അർപ്പണത്തിന് ഉപയോഗിക്കുന്ന കലമൊരുക്കുന്നതിനും വിറക് ശേഖരിക്കുന്നതിനും ക്ഷേത്രം മാതൃസമിതിയാണ് നേതൃത്വം നൽകിയത്. പൊങ്കാല സമർപ്പണത്തിന് ഉപയോഗിക്കേണ്ട 800-ൽ പരം മൺകലങ്ങൾ കഴുകി ഉണക്കിയെടുക്കുന്നത് മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തെങ്ങോലകളും പാണും ശേഖരിക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ സ്ത്രീകളാണ് നടത്തിയത്. ക്ഷേത്ര പരിസരവും പൊങ്കാല അർപ്പിക്കാൻ അടുപ്പുകൾ തയ്യാറാക്കുന്ന ഇടങ്ങളും ദിവസങ്ങൾക്ക് മുൻപേ ഇവർ ശുചീകരിച്ചിരുന്നു. 50-ൽ പരം പേർ വരുന്ന മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് മൺകലങ്ങൾ കഴുകി ഉണക്കിയെടുത്തത്. ഫെബ്രുവരി 13 രാവിലെ 9 മണിയോടെ പണ്ടാര അടുപ്പിൽ മേൽശാന്തി കൃഷ്ണൻ പോറ്റി അഗ്നി തെളിയിക്കുന്നതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകുക. കലം കഴുകി ഉണക്കാനും വിറക് ശേഖരണത്തിനുമായി മാതൃസമിതി പ്രസിഡന്റ് C ശ്രീജ, സെക്രട്ടറി KV ഷീജ എന്നിവരുടെ നേതൃത്വത്തിലാണ് 50-ൽ പരം വനിതകൾ ദിവസങ്ങളായി തയ്യാറെടുപ്പ് നടത്തിവരുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് തന്ത്രീശന്റെ നിർദ്ദേശപ്രകാരമാണ് കാളീശ്വരം ക്ഷേത്രത്തിൽ ആദ്യമായി പൊങ്കാല സമർപ്പിച്ചിട്ടുണ്ടായത്. ഈ വർഷത്തെ പൊങ്കാല ഫെബ്രുവരി 13 നടക്കുന്നത്. വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കലം വൃത്തിയാക്കലും അതേപോലെ വിറക് ശേഖരണം എല്ലാ കാര്യങ്ങളും ഒരുക്കത്തോടെ അവസാന ഘട്ടത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊങ്കാലയ്ക്ക് ഒരു ദിവസത്തെ വ്രതം നോറ്റെത്തുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ അരി, വെല്ലം, നെയ്യ് എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് ലഭ്യമാക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി പഠന കേന്ദ്രത്തിലെ തുല്യതാ പഠിതാക്കളുടെ സംഗമം മാടായി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടന്നു. സംഗമം M വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊങ്കാല സമർപ്പണത്തിന് പഠനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് തുല്യതാ പഠിതാക്കൾ. നഷ്ടപ്പെട്ടുപോയ സ്കൂൾ കാലം തിരിച്ചുപിടിക്കുകയാണ് തുല്യതാ പഠിതാക്കൾ ചെയ്യുന്നത്. 65 വയസ്സുവരെ പ്രായമുള്ളവർ ഉണ്ടിവിടെ. മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയവരും ഈ കൂട്ടത്തിലുണ്ട്. പഠനത്തോടൊപ്പം സർഗവാസന തെളിയിക്കുവാനുള്ള അവസരം കൂടിയായി തുല്യതാ പഠിതാക്കളുടെ സംഗമം. M വിജയൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ വെച്ച് മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ഒപ്പം അധ്യാപകരെയും ആദരിച്ചു. കെ ഗീത അധ്യക്ഷത വഹിച്ചു. HM ഹൈമ, പി രവി, ടി വിനോദ്, KV സന്തോഷ് കുമാർ, പി നാജിയ, KA ഗിരീഷ്മ, KP സനിത, നിഷ അലോക്യൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. INTUC ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ചെറുപുഴ മണ്ഡലം കൺവെൻഷൻ നടന്നു. INTUC ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. INTUC ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ചെറുപുഴ മണ്ഡലം കൺവെൻഷൻ INTUC ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. അതേപോലെ ഇന്ന് കാണുന്ന മുഴുവൻ വികസനങ്ങളുടെയും പിന്നിൽ ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം ചെയ്ത പദ്ധതികളുടെ പരിണത ഫലമാണ് പട്ടിണി കൊണ്ട് പിടഞ്ഞു മരിച്ചിരുന്ന ഈ ഇന്ത്യ രാജ്യത്തെ ആളുകളുടെ ഇടയിൽ. നമുക്കറിയാം, സ്വാതന്ത്ര്യ ഇവിടെ മുതിർന്ന ആളുകളൊക്കെ ഇരിപ്പുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു, ഭക്ഷണമില്ല, അവർക്ക് പ്രാഥമികമായ കാര്യങ്ങൾക്കൊന്നും വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം ഇതൊന്നും ഇല്ലാതെ വിഷമിക്കുന്ന ആ കണ്ടിട്ടാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതികളിലൂടെയും ഹരിത വിപ്ലവത്തിലൂടെയും ഒക്കെ ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാർക്ക് ഭക്ഷണം ലഭ്യമാക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിയത്. ഇന്ന് ലോകത്ത് എനിക്കൊന്ന് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായമുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. 1965 സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം കൊണ്ടുവന്നു. അത് ഇന്നും നിലനിൽക്കുന്നു. മുൻ KPCC മെമ്പർ V കൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV മോഹനൻ, TP ചന്ദ്രൻ, സലീം തേക്കാട്ടിൽ, KKV സുധീർ ബാബു, ബിനോ ചിറ്റാട്ട്, PC ശ്യാംകുമാർ, ജോയ്സി ഷാജി, ലൈസമ്മ പനക്കൽ, റോജി ജോൺ, P മോഹനൻ, തമ്പാൻ പെരിങ്ങേത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. KSKTU ചെറുതാഴം വില്ലേജ് വനിതാ കൺവെൻഷൻ കോവൽ പട്ടുകാരൻ മന്ദിരത്തിൽ നടന്നു. കർഷക തൊഴിലാളി യൂണിയൻ മാടായി ഏരിയ കമ്മിറ്റി അംഗം V ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. KSKTU ചെറുതാഴം വില്ലേജ് വനിതാ കൺവെൻഷൻ കർഷക തൊഴിലാളി യൂണിയൻ മാടായി ഏരിയ കമ്മിറ്റി അംഗം OV ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. K ശാന്ത അധ്യക്ഷത വഹിച്ചു. CV ജാനകി, U രാധ, TV രമേശൻ, EP അനിൽബാബു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. DYFI കുളപ്പുറം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന കുളപ്പുറം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 13 ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. DYFI കുളപ്പുറം യൂണിറ്റ് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 13 മുതൽ 23 വരെ കുളപ്പുറം പയ്യരട്ടരാമൻ ഫ്ലഡ് സ്റ്റേഡിയത്തിൽ നടക്കും. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 12 പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. രാത്രി 8 മുതൽ 9:30 വരെയാണ് മത്സര സമയം. പ്രവേശനം സൗജന്യമാണ്. ഫെബ്രുവരി 13 വൈകിട്ട് 7 മണിക്ക് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ FC പയ്യന്നൂർ ഗ്രീൻ സ്റ്റാർ കടാങ്കോടുമായി ഏറ്റുമുട്ടും. 23 DYFI മുൻ സംസ്ഥാന സെക്രട്ടറി TV രാജേഷ് സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ VV ചന്ദ്രശേഖരൻ, TV അനീഷ്, MV സൗമ്യ, TT രാകേഷ്, PV അമലേഷ്, M അഖിൽ, VV രതീഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ CITUയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ CITU മെമ്പർഷിപ്പ് ക്യാമ്പയിൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. 5% കമ്മി ബഡ്ജറ്റ്, അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കേരള ബഡ്ജറ്റ് വന്നു 10.5% അല്ലെ അധിക ബഡ്ജറ്റ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? കേരളത്തിന്റെ വികസനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു വികസനത്തിനും സാധ്യതയില്ല എന്നുള്ളതാണ് ഇവിടെ അടിവരയിട്ട് കുറിപ്പിക്കുന്നത്. അനന്തനാരായണൻ അധ്യക്ഷത വഹിച്ചു. MMEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അശോക് കുമാർ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. ഷിബു, ബഷീർ, സതീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കനിവ് പാലിയേറ്റീവ് ചീമേനി ഈസ്റ്റ് ക്ലസ്റ്ററിന്റെ വാർഷിക യോഗം TKC മന്ദിരത്തിൽ നടന്നു. കനിവ് കയ്യൂർ ചീമേനി സോണൽ കമ്മിറ്റി അംഗം VV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു.
പാലിയേറ്റീവ് രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന കനിവ് പാലിയേറ്റീവ് കെയർ ചീമേനി ഈസ്റ്റ് ക്ലസ്റ്റർ വാർഷിക ജനറൽ ബോഡി യോഗം ചാനൊടുക്കം TKC മന്ദിരത്തിൽ നടന്നു. കനിവ് കയ്യൂർ ചീമേനി സോണൽ കമ്മിറ്റി അംഗം VV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് അറുകര ചടങ്ങിൽ അധ്യക്ഷനായി. K സുകുമാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കനിവ് കയ്യൂർ ചീമേനി സോണൽ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗം 21 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ വെച്ച് നവനീത് മധു പെരിങ്ങാര, ആദിദേവ്, അനീഷ് പാംപെരിങ്ങാര തുടങ്ങിയവരുടെ പിറന്നാൾ ദിനമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ നൽകിയ സാമ്പത്തിക സഹായം K ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നേന്ത്രപ്പഴത്തിനും പച്ചക്കായക്കും റെക്കോർഡ് വില വർധന. ഉൽപാദനക്കുറവു കാരണം അനിയന്ത്രിതമായി ഉയരുന്ന വില ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ വലക്കുന്നു. അനുദിനം വളരുന്ന ചീമേനിക്ക് സ്വന്തമായൊരു ബസ് സ്റ്റാൻഡും വ്യാപാര സമുച്ചയവും എന്ന സ്വപ്നം സഫലമാകാതെ നീണ്ടുപോകുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ചീമേനിയിൽ ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം ഉയർന്നുവെങ്കിലും ആവശ്യമായ ഭൂമി ലഭ്യമാകാത്തതായിരുന്നു പ്രധാന പ്രശ്നം. ശുചിത്വ സന്ദേശമുയർത്തി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നാടകം ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ നാടക പര്യടനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ചിത്രശില്പ പഠനവും അതിലൂടെയുള്ള ആസ്വാദന തലങ്ങളും മാനുഷിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കുമെന്ന് പ്രമുഖ ചിത്രശില്പ ചരിത്രകാരൻ KK മാരാർ. ചെറുവത്തൂർ ചെമ്പ്രകാനത്ത് സംഘടിപ്പിച്ച ആസ്പയർ ശില്പസന്ധ്യയും ചിത്രശില്പ പ്രദർശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.